ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു യാത്രയാണ്. ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ സപ്പോർട്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല, കണ്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ കേട്ടോ. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇത് ആലപ്പിയിലെ ബോട്ട് ഹൗസിന് ട്രിപ്പാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് ടീമുണ്ട്. ഞങ്ങൾ ടീം എല്ലാവരും കൂടെ ഒരു യാത്രയാണ്. 1 ഡേ ആണ്. അത് പോകുന്ന 1 ഡേ പാക്കേജാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു ബസ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അതിനകത്ത് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 49 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോയി ഞങ്ങൾ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും പാലക്കാട് നിന്ന് യാത്ര ചെയ്തത്. അവിടെ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിൽ നിന്ന് ഒരു 10:20 കഴിയുമ്പോൾ ഞങ്ങൾ പതുക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്ന് ബോട്ടിൻ്റെ ജെട്ടിയിലെത്തി. അവിടെ നിന്ന് കയറി. ഞങ്ങൾ 1 ഡേ ഫുള്ളുള്ള യാത്രയാണ്. അപ്പം ഏകദേശം ഒരു 4-5 മണി വരെ മറ്റുമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അതിനകത്ത് കയറി എല്ലാവരും ചെന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം മഴ തുടങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏകദേശം കൊച്ചിയൊക്കെ എത്താറായപ്പം ഇടയിലിടയിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇടയിലെ വിട്ട് മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇടയിൽ മഴയുണ്ടായിരുന്നു. പിന്നെ കൊച്ചി എത്തിയപ്പോഴത്തേക്കും മഴ തുടങ്ങി. ഞങ്ങൾ ഇറങ്ങി നടന്ന് ബോട്ടിനകത്ത് കയറി. ഹൗസ് ബോട്ടിനകത്ത് ഇരുന്ന് കുറച്ച് അത് നീങ്ങി കഴിഞ്ഞപ്പം മഴ തുടങ്ങി കേട്ടോ. ഇതിനകത്തൂടെ വള്ളവും കൊണ്ട് പോകുന്നത് ബോട്ടാണ്. ഇതിൽ മോട്ടർ പിടിപ്പിച്ചിരിക്കുന്നതാണ്. പേഴ്സണൽ യൂസിന് വേണ്ടി ആൾക്കാർ കൊണ്ടുപോകുന്നതാണ് കാണുന്നത് കേട്ടോ. ആ പോകുന്നതൊക്കെ കാണുന്നത് വീടുകളുടെ മുന്നിലുള്ള ബോട്ടുകൾ. അതായത് ഓരോരുത്തരുടെ ആവശ്യം. ഓരോ വീടിൻ്റെ മുമ്പിലും വള്ളങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾക്ക് വീട്ടിൽ ബൈക്ക്, കാറൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉള്ളത് എല്ലാ വീടിൻ്റെ മുമ്പിലും ഉണ്ട് ബോട്ട്. ഇത് ഹൗസ് ബോട്ടിനകത്താണ്. മെയിൻ ഹാളാണത്. അവിടെ ധാരാളം ചെയർ, ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഇരുന്ന് ചിലരിങ്ങനെ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ചർച്ചകളൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇരുന്ന് കുശലം പറയാൻ തുടങ്ങി. ചെന്ന് കയറിയത് അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഉള്ളിലോട്ട് പോയി. ഞാൻ ആദ്യം ഉള്ളിൽ പോയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത്. ചെറിയൊരു മാംഗോ ജ്യൂസ് അങ്ങനെ എന്തുകൊണ്ടത് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉച്ചക്കത്തെ ലഞ്ച്, വൈകുന്നേരത്തെ ചായ, അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങുക ചെയ്യുന്നത്. അപ്പം ലഞ്ചൊക്കെ അവിടുത്തെ സ്പെഷ്യലാണ്. കരിമീൻ പൊള്ളിച്ചത് അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് ഈ ഹൗസ് ബോട്ടിനകത്ത് കയറുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ മീൻ കറികളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കാണാനൊക്കെ. ഇതേ ഒപ്പം തന്നെ വേറെയും ഹൗസ് ബോട്ട്സ് ഇങ്ങനെ പോകുന്നുണ്ട്. ചിലതെല്ലാം ഡിഫറൻറ്റ് ഷേപ്പ്. നമ്മളിൽ പോകുന്ന ഹൗസ് ബോട്ടിൻ്റെ കൂട്ടല്ല അടുത്തൊന്നിരിക്കുന്നത്. ചിലത് കുറച്ചുകൂടെ ആഡംബരം പോലെ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കയറി വരുന്ന ലിവിങ് റൂം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഏരിയ ആണിത്. ഇവിടെ നമ്മൾ ആ ഡ്രൈവർക്ക് ഇരിക്കുന്നിടത്ത് പോവുകയാണ് കേട്ടോ. കപ്പലിൻ്റെയാണ്, നമ്മൾ സെയിലർ എന്ന് പറയും. ബോട്ടിനും സെയിലറാണ് ശരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഡ്രൈവറെന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ആ മുന്നിൽ പോയി നിൽക്കുമ്പം കാണുന്നത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പല ഹൗസ് ബോട്ട്സും പോകുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ആ ഇരിക്കുന്ന ഭാഗത്ത് വെള്ളം വീഴാതിരിക്കാനായിരിക്കും ആ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. അവിടെ ഇവിടങ്ങളിലായിട്ട് ചില ഹൗസ് ബോട്ട്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ ഹൗസ് ബോട്ട് ഓടിക്കുന്നത്. വേറൊരാളും കൂടി സഹായമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തിരക്കിട്ട യാത്രയൊക്കെ ചെയ്തും തിരക്കിട്ട ജോലികൾ അങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമ്പം അത് ഒത്തിരി സന്തോഷമുള്ളൊരു അറ്റ്മോസ്ഫിയറൊക്കെ വളരെ നമുക്ക് മൈൻഡ് റീഫ്രഷ് ചെയ്ത് തരും. അപ്പം ഇവിടെ ഇങ്ങനെ വേറെ തിരക്കൊന്നുമില്ല, മറ്റൊരു ഡിസ്റ്റർബൻസ് ഇല്ല. നമ്മളെ ചുറ്റിപ്പറ്റി നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഇതേ ലക്ഷ്യത്തോടെ വന്ന ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കൂടിയും ചിരിയും ബഹളം കളിയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ അതിനെല്ലാം കൂട്ടുകാരെ കിട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇത് കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആ കൈവരി ഉണ്ടല്ലോ, അവിടെ വന്ന് നിൽക്കണം. അപ്പം കാണുമ്പോൾ നല്ല രസമാണ്. ഇങ്ങനെ പച്ചപ്പും
അതിൻ്റെ കൂടെ ധാരാളം ഹൗസ് ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ പാക്കേജിൽ വരുന്നതാണ്. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒരു കൊച്ചു കടയിൽ ഇവർക്ക് എന്തോ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കടയുണ്ട്. അങ്ങനെ അവർ ഈ ബോട്ട് ഓടിച്ച് സൈഡിൽ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ഒരു ബണ്ടോട് ചേർത്ത് നിർത്തി അവരതിൽ കൂടെ ഒരു ചുറ്റാക്കൂടെ ചാടി അപ്പുറത്ത് പോയി കടയിൽ പോയി വാങ്ങി. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാം. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യം ആ യാത്രക്കിടയിൽ ഉണ്ട്. ഭയങ്കര വലിയ സൂപ്പർ സ്റ്റോർ ഒന്നുമില്ലെങ്കിലും ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പം അവരെ വാങ്ങിയിട്ട് നമ്മളൊന്നും വാങ്ങിയില്ല. നമുക്ക് ഓൾറെഡി എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ബോട്ടിങ്ങനെ കായൽ മുഴുവൻ സഞ്ചരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ മോഡല് നമ്മൾ കയറിയ ബോട്ട് പോലെയല്ല ഇത് മോഡല്. കുറച്ചുകൂടെ വേറൊരു ഒരു പഴമ ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എനിക്ക് ഈ ജനലിൻ്റെ സൈഡിൽ നിന്നതൊക്കെ കാണാം. ബോട്ട് പോകുന്ന ഒപ്പം തന്നെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് പോകുന്ന ഒപ്പം തന്നെ വേറെയും ബോട്ട് വരികയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണും. അപ്പം നമ്മൾ കയറിയ ബോട്ടിൻ്റെ റൂംസൊക്കെ കാണത്തുള്ളൂ. പകരം ഇതിങ്ങനെ അതിൻ്റെ ഫുൾ ഇതായിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകുന്നത് കണ്ടില്ലേ, എത്ര എണ്ണ പോകുന്നത് നോക്കിക്കേ. അതെല്ലാം കാണാൻ പറ്റും നമുക്ക്. ഈ ബോട്ട് ഇത്രയും സ്പീഡിൽ പോകുന്നുണ്ടോ വെച്ചാൽ ഇങ്ങനെയും പോകും. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് പതിയെ പൊയ്ക്കൊണ്ടിരുന്ന് നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി. ആദ്യം അത് പതുക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നു. പോയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടൊരു 11 ഇപ്പോൾ ഒരു സൈഡിൽ കൊണ്ടിട്ടു. ആ സൈഡിൽ കൊണ്ട് കുറച്ച് നേരം അവിടെ ഇട്ടു. ഉള്ളിലുള്ളവർ അവരുടെ ആഹ്ലാദത്തിമുറപ്പിൽ സൈഡിലിട്ടെന്നൊക്കെ ചിലരറിയും ചിലരറിയുന്നില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അതിലിങ്ങനെ കറങ്ങി ഈ അറ്റം തൊട്ട് അറ്റം വരെ വേമ്പനാട്ട് കായൽ മുഴുവൻ കറങ്ങി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നേരം അവിടെ ഇടും, പിന്നെ കുറച്ചൊക്കെ നീങ്ങും, പിന്നെ കുറച്ച് അവിടെ ഇടും, അങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ ഇതിപ്പോൾ നിലവിൽ കിടക്കുവാൻ തോന്നുന്നുണ്ട്. നമ്മുടേത് മൂവ് ചെയ്യുന്നില്ല. അപ്പം മറ്റേ ബോട്ടാണ് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിതും ചെറുതായിട്ട് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട വീടുകളുടെയൊക്കെ അരികെ നല്ല ഈ നമ്മൾ ബോട്ട് പോകുമ്പോൾ വെള്ളം മഴയും കൂടെ പെയ്ത് നിറയെ വെള്ളമുള്ളത് ഇങ്ങനെ അലയടിക്കുകയാണ്. ആ വീടുകളുടെയൊക്കെ മുമ്പിൽ ഓരോ വള്ളങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് അഴിഞ്ഞു കിടക്കുകയാണെന്നല്ല, രണ്ടിടത്തായിട്ട് അത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഈ വള്ളം എടുക്കും, തുഴഞ്ഞു പോകും. അങ്ങനെയാണ് കുറച്ച് മുമ്പ് നമ്മൾ ഒരു ഫാമിലി പോകുന്ന കണ്ടല്ലോ. ഓരോ വീട്ടിലെ മുമ്പിലും ഓരോ വള്ളം ഉണ്ടാവും. അതവരെ മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി വിടിടും. അവർക്ക് പുറത്ത് പോകാൻ തന്നെ തുഴയാനും അവർക്കറിയാം. ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ബ്ലോഗറാണ്, അതീന്ദ്ര എന്ന പേര്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കൊളീഗിൻ്റെ മോളാണ്. അവളും ഒരു കൊച്ചു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവളും അതിൻ്റെ ബ്ലോഗ് എടുക്കേണ്ട ഇടയിൽ മൊബൈലിൽ സെൽഫി സ്റ്റിക്കിലൊക്കെ വെച്ചെടുക്കുന്ന എങ്ങനെയൊക്കെ സംശയം ചോദിക്കുമായിരുന്നു എന്നോട്. ഇത് അതിനകത്ത് ബെഡ്റൂംസാണ്. ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ ഓരോരുത്തർക്കും വേണമെങ്കിൽ റൂമിൽ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി റൂമിനകത്തൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ്. ഇത് കണ്ടോ, പോകുന്നത് അടുത്തൂടെ പോകുന്നൊരു ഹൗസ് ബോട്ടാണ്. അതൊരു ഈറയൊക്കെ വെച്ചിട്ട് മുള വെച്ചിട്ട് അങ്ങനെ ഒരു വീട് പോലെ നല്ല ഭംഗിയിലാക്കിയിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരുപോലെ ഭംഗിയായി നിൽക്കണമെങ്കിൽ അതിനുള്ള മെയിൻ്റനൻസും വലിയ പണിയായിരിക്കും, വലിയ ചിലവായിരിക്കും. ടൂറിസ്റ്റ് വികസനത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണല്ലോ. അപ്പം അത് എപ്പോഴും നന്നായി സൂക്ഷിക്കണമല്ലോ. അരിയിൽ കൂടെ തെങ്ങുകളൊക്കെ നിൽക്കുന്ന കാണാൻ പച്ചപ്പും തെങ്ങുകളും വെള്ളത്തിൻ്റെ അലയും അതിൻ്റെ ഇടയിൽ ചില പച്ചപ്പ് ബുഷ പോലെ തിങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ ഒരു ഭംഗി തന്നെയാണ്. ഈ മഴവെള്ളം വീഴുന്ന ആ ഒരു അന്തരീക്ഷവും അതിൻ്റെ ശബ്ദവും ഈ കാഴ്ചകളെല്ലാം കൂടെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. ഈ ബോട്ടുകൾ എന്താ കാണുന്നത് എപ്പോഴെന്ന് വിചാരിക്കണ്ട. വെള്ളത്തിൽ പിന്നെ ബോട്ടല്ലാതെ വേറെ ഒന്നും കാണാൻ വഴിയില്ലല്ലോ. അത് നിറയെ ഇതിപ്പോൾ ഡബിൾ ഡക്കർ പോലുള്ളൊരു ബോട്ട് പോവുകയാണ്. പല ഷേപ്പിലുള്ള പല തരത്തിലുള്ള ബോട്ടുകൾ പോകുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർ കൂടുതലുണ്ടാവും, കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. മുകളിലും കയറിയിരിക്കാം, അതുപോലെയാണ്. നമ്മുടെ കയ്യിൽ ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, മുകളിലോട്ടൊന്നും പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതിങ്ങനെ കോറിഡോറാണ്. ഈ ഗോണ്ട് അങ്ങേയറ്റം കിച്ചണാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട്. ഏകദേശം മുകളിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും കാണാനുള്ള വെപ്രാളൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പം പതുക്കെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്ന് ഈ ബോട്ടിൻ്റെ വിൻഡോയിൽ കൂടെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണുക. ഇതെല്ലാം നമ്മുടെ ഒപ്പം തന്നെ ഏകദേശം തൊട്ടടുത്തായിട്ട് തന്നെ ഇവയെല്ലാം സഞ്ചരിക്കുന്നുണ്ട്.
ഇതിനൊക്കെ ഡ്രൈവേഴ്സിനെ നമുക്കൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ വയ്യ. കാരണം ഇത്രയും നമുക്കൊന്നും വെള്ളത്തിന് വഴിയോ ഒന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ വെള്ളത്തിലൂടെയാണെങ്കിലും ആകാശത്തിലൂടെയാണെങ്കിലും ആകാശത്തിലെ റഡാറുണ്ട്, വെള്ളത്തിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ, വഴി അറിയാൻ വേണ്ടിയിട്ട്. അവർക്കും ഉണ്ടാവും ഇതുപോലൊക്കെ സംവിധാനം അല്ലേ? അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടോ തെങ്ങുകളൊക്കെ നിൽക്കുന്നത്? അത് വേറൊരു മോഡല്, അതും ഒരു ഡബിൾ ഡെക്കറാണ്. കളർ മാത്രം വ്യത്യാസമുണ്ട്, കുറച്ചെന്തോ ഷേപ്പിലും വ്യത്യാസമുണ്ട്. ഒരു ബോട്ട് പോയത് ദൂരോട്ട് നിൽക്കും വെള്ളം. അത് നിങ്ങൾ ദൂരെ നിന്ന് കണ്ടോ? ഒരു പാലത്തെ കൂടെ ഒരു 2 വീലർ വരുന്നത്, ഒരു വണ്ടി ഞങ്ങൾ കണ്ട സന്തോഷത്തിലാണ്. കുറച്ച് ശ്രദ്ധിച്ചപ്പോഴേ നോക്കി അവിടെ അവരുടെ കയ്യിൽ ഒരു സെൽഫി സ്റ്റിക്കുണ്ട്. അവരും അതുകൊണ്ടൊരു വ്ളോഗോ എന്തോ എടുക്കുവാണ്. പാലത്തിൽ കൂടെ പോകുമ്പോഴും അവരുടെ കയ്യിൽ ആ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്. കാണാമോ നിങ്ങൾക്കത്? വരുന്ന കണ്ടോ? അവരും വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ മാത്രമല്ല കരയിലും വീഡിയോ എടുക്കലും നടക്കുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ നമുക്ക് കുറേ വീടുകൾ, പിന്നെ അതേ ഇവിടെ ഇങ്ങനെ കുറച്ച് മതിൽക്കെട്ടുകളും എന്തൊക്കെയോ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് റോഡിലായിട്ട്. അതിനൊപ്പം തന്നെ ചെറിയൊരു വള്ളം പോകുന്നുണ്ട്. അത് തുഴഞ്ഞാണ് പോകുന്നത്, മോട്ടറല്ല കേട്ടോ. അതൊക്കെ ആൾക്കാർ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ആവശ്യത്തിനൊക്കെ വരുന്നതാണ്. അവർക്ക് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തുഴഞ്ഞ് വരണം. പ്രളയ സമയത്തൊക്കെ നമ്മുടെ ഭാഗത്തൊക്കെ വെള്ളം വന്നപ്പോൾ നമ്മളെല്ലാം വലിയ വാർത്തയൊക്കെ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും സഹായിക്കാനൊക്കെ വന്നു. പക്ഷേ ഇവിടെ ആലപ്പുഴയിൽ എപ്പോഴും മഴ പെയ്തവരും അധികം വെള്ളം കൂടിയിട്ട് അവർക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോകും, ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അന്നൊന്നും ആരും അറിഞ്ഞില്ല. പ്രളയ സമയത്ത് മാത്രമാണ് അവരുടെയും കാര്യങ്ങൾ വഴിവെക്കുന്നത്. നമുക്കത് ഒരിക്കൽ വന്നപ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർക്ക് ഓരോ കൊല്ലം തോറും ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സംഭവമാണ്. അത്രയും പ്രയാസമുള്ള സാഹചര്യങ്ങളിലാണ് യാതൊരു പരാതിയും ഇല്ലാതെ ഈ പരിമിതികളിൽ അവർ ജീവിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഓർത്ത് പരാതി പറയുമ്പം നമ്മളൊന്ന് ഓർക്കണം, നമ്മളെ കഴിഞ്ഞ സൗകര്യക്കുറവിൽ ഒരുപാട് പേര് അവർക്ക് ആരോടും പറയാൻ പറ്റാതെ അവർ ജീവിക്കുന്നു. അതിലും അവർ സമാധാനത്തിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്താൽ നല്ലതായിരിക്കും. എന്തോ ഒരു കെട്ടിടത്തിൻ്റെ ഒരു പാലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിങ്ങ് കടന്നു വന്നു. വീണ്ടും പുറത്ത് എത്ര നേരം നോക്കിയിരിക്കുമ്പോൾ വീണ്ടും ഉള്ളിൽ വന്നു, ബെഡ്റൂമിൽ വന്നു. ബെഡ്റൂമിൽ സീലിംഗ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കണ്ടില്ല, നല്ല രസമുണ്ട്. ലൈറ്റ് ഇപ്പോഴത്തെ വീടുകൾക്കുള്ള മോഡലൊക്കെ തന്നെയാണല്ലോ. സീലിങ്ങിൽ കൂടെ ഒരു നല്ലൊരു പിങ്ക് കളർ, ഫ്ലൂറസെൻ്റ് കളർ പോലെയൊക്കെ, എൻ്റെ ഇടയിൽ കൂടെ പച്ച ലൈറ്റ് കൂടെ നല്ലൊരു ഭംഗിയുണ്ട്. ബോട്ടാണേലും അതിലൊരു ബെഡ്റൂമിനെ റെഡിയാക്കി എടുക്കുന്നൊരു ഭംഗി തന്നെയാണ്. നോക്കിക്കാൻ അതിൻ്റെ സീലിംഗ് എല്ലാം ഇത്ര മനോഹരമായിട്ട് ചെയ്ത്. വാർഡ്രോബ് ഉണ്ട്, അവിടെ കണ്ണാടിയുണ്ട്, ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിടന്ന് കുട്ടികൾ വന്ന് ചാടിയും കയറി ഇറങ്ങിയൊക്കെ ചുളുങ്ങിപ്പോയി. ഇത് കിച്ചണാണ്. ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് അവരെ ശല്യപ്പെടുത്തേണ്ട എന്നോർത്ത് ജസ്റ്റ് ഒന്ന് ഓടി കയറി ഇറങ്ങുക ചെയ്ത്. ഞാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രഷായി ചെയ്തതിന് കൊണ്ടുവരികയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിച്ചണിൻ്റെ അവിടെ നിന്ന് നേരെ കയറിപ്പോകുന്ന സ്റ്റെപ്പ് മുകളിലോട്ട്. ഞാൻ നേരത്തെ കാണിച്ച ഹോളിലേക്ക് കയറിപ്പോകുന്ന വഴിയാണിത്. സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെന്ന് കയറുന്ന ഹോളിലേക്കാണ് കേട്ടോ. വീണ്ടും എല്ലാവരും കൂടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. മുകളിൽ ഡെക്ക് പോലെ ഉണ്ടാവുമല്ലോ, അവിടെ വന്ന് നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് എല്ലാവരും വീണ്ടും വന്ന് അവിടെ പുറത്തൊക്കെ വന്ന് നിൽക്കുകയാണ്. ആദ്യത്തെ ചർച്ചയും കൂടിയാലോചനയും ഇരുന്നുള്ള റെസ്റ്റ് എടുക്കലൊക്കെ കഴിയുമ്പോൾ എല്ലാവരും മുകളിലേക്ക് വരും. എല്ലാവരും മുകളിൽ വന്ന് നിൽക്കുമ്പോൾ കാണുന്നത് എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരേ സമയം തന്നെ എല്ലാ ഹൗസ് ബോട്ടുകളും ഒരേ ഡയറക്ഷനിൽ പോവുകയാണ്. ഇത് ഞങ്ങളുടെ ടീമിലുള്ളവരാണ്. ഞാനിവിടെ സെൽഫി ആയിട്ട് വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ചെറുതായിട്ട് കുറച്ച് നന്നായിട്ട് ഫിസിക്കലി ബുദ്ധിമുട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അധികം സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനോ ബാലൻസ് ചെയ്യാനോ പറ്റില്ല. ഇവിടുത്തെ എല്ലാം തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്കും കൊണ്ട് വന്നത്. കാരണം കുഞ്ഞുങ്ങളൊന്ന് തള്ളിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും. അങ്ങനെ ആയതുകൊണ്ട് ഇത് ഞങ്ങളുടെ കൂടെയുള്ള ധനപാലൻ സാറാണ്. അദ്ദേഹം പോൾട്രി ഫാമിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കുട്ടി വ്ളോഗർ അദ്ദേഹത്തിൻ്റെ മകളാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന് വലിയ ഇഷ്ടം ഫോട്ടോഗ്രാഫി. അപ്പം വീഡിയോ ഞങ്ങൾ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ക്യാമറ കൊണ്ട് ഈ പ്രകൃതിയുടെ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ധനപാലൻ സാർ എന്ന് വിളിച്ച അദ്ദേഹത്തിന് ഇഷ്ടം. ധനപാലൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന ആര് സാറെന്ന് വിളിച്ചാലും അത് നെറ്റിച്ചേട്ടൻ അല്ലെങ്കിൽ പേര് വിളിച്ചാൽ മതി എന്ന് പറയും. വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് കഴിവുകളുള്ളൊരു മനുഷ്യനാണ്. അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുപോലെ തന്നെ
നല്ല ഫോട്ടോഗ്രാഫിയിൽ പ്രിയമുള്ളതുപോലെ തന്നെ മോൾക്കും അതിൻ്റെ കമ്പമില്ലാതില്ല. അവളും അതിന് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഈ വ്ളോഗിങ്. കണ്ടോ, ബോട്ടുകളെല്ലാം ഒരുമിച്ച് പോകാൻ തുടങ്ങിയിട്ട് എല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പോയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ പരന്ന് നിറഞ്ഞു നിൽക്കും. അത് നമുക്ക് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനേ. ഇതെല്ലാം അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മാത്രമല്ല, വശങ്ങളിൽ നിന്നും ബോട്ടുകളൊക്കെ വരുന്ന കാണണം. അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു സ്പീഡ് ബോട്ട് ഇതിലേ പോകുന്നുണ്ട്. മീൻ പിടിക്കാൻ പോകുന്നവരാത്. അവിടെ ഇവിടങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടുകൾ കാണാം. കണ്ടോ, ഇതെല്ലാം കണ്ടോ, ഹൗസ് ബോട്ടുകൾ കണ്ടോ, എത്ര എണ്ണം നോക്കിക്കേ. ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് വന്ന് കൂടും. ഇവിടെ ഇടയ്ക്കിൽ എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ, വീഡിയോക്കാൾ ഊരി തമ്മിൽ സെൽഫി എടുക്കാൻ ഫോട്ടോ എടുക്കലൊക്കെ തിരക്കാണ്. ഓരോരുത്തരായിട്ട് മാറി മാറി എടുക്കുന്നു. എൻ്റെ അടുത്ത് സെൽഫി എടുക്കാൻ വരികയാണ്. ഞാനിവിടെ ഭയങ്കര വീഡിയോ എടുത്തതല്ലേ. വളരെ സ്മാർട്ടാണ് കേട്ടോ ഈ കുട്ടി. ഞങ്ങൾ നല്ല ഈ ട്രിപ്പിനെ വളരെ സജീവമാക്കി, ഭയങ്കര ആക്റ്റീവാക്കി, ഭയങ്കര പാട്ടും ഡാൻസും ബഹളമൊക്കെ ആയിട്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബിനിയാണെന്ന കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. എങ്കിലും ചിലരൊക്കെ നമ്മുടെ കേരള ട്രഡീഷനിൽ വിവാഹം കഴിഞ്ഞാലും എന്നോട് നോക്കാൻ പറയണം. വിവാഹം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അപൂർവം ചിലർ അങ്ങനെയുണ്ട്. എന്നാൽ നമ്മൾ എന്താണോ അത് നമ്മൾ മരിക്കും വരെയും നമ്മുടെ ക്യാരക്ടറാണ്, നമ്മുടെ കഴിവുകൾ, അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ കുടുംബം ഉത്തരവാദിത്തങ്ങളൊക്കെ നടത്തുന്ന കൂടി തന്നെ നമ്മളായിക്കൊണ്ട് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നമ്മൾക്ക് പിന്നെ ജീവിക്കാൻ ഒരായുസില്ല. അതുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളും നോക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷവും കരുതലും, അവരെ കരുതിയ മാർക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മൾ മറന്നു പോകരുത്. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്ത് മാത്രമേ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. സാധിക്കാൻ പറ്റുന്ന, മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാത്ത ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. വീണ്ടും ഞാൻ തിരക്കെല്ലാം മാറിയപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയും, ഡെക്ക് എന്ന് പറയുന്ന ഞാൻ അതിനെ പേരങ്ങനെ പറയുകയാണ്, വേറെ എനിക്ക് പേരറിയില്ല. അവിടെ വന്ന് നിൽക്കാൻ നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ അപ്പോഴേക്കും ഹോളിനകത്ത് വലിയ പാട്ടും ഡാൻസൊക്കെ, എല്ലാവരും കൂടെ വട്ടത്തിൽ നിന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. എനിക്കതിൽ കൂടുന്നതിനൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഫാമിലി ആയിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വട്ടത്തിൽ നിന്ന് പാട്ട്, ഡാൻസ്, പാട്ടുകളൊക്കെ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഫിലിം സോങ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. അത് കോപ്പിറൈറ്റ് വരുന്നത് ഞാനത് ഒഴിവാക്കി കേട്ടോ. ധർമാലൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇദ്ദേഹം സുരേഷ് സാർ ഇദ്ദേഹം എടുക്കുകയാണ്. മുമ്പുള്ള എൻ്റെ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, കൂൺ കൃഷിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നത് സുരേഷ് സാറാണ്. താൻ ആരാണെന്ന് കൂടെ ഭയങ്കരമായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം. അത്രയും സിമ്പിളായൊരു മനുഷ്യന്, വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്ത് റിട്ടയറായ മനുഷ്യനാണ്. എന്നാൽ നല്ലൊരു കർഷകനാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. ഇവരൊക്കെ ഞങ്ങളുടെ പല ഭാഗത്ത്, വടക്കഞ്ചേരി, അവിടെ നിന്നൊക്കെ പല ആൾക്കാരുണ്ട്. പാലക്കാട് ടൗണിൽ മാത്രമല്ല, അവിടെ നിന്ന് എല്ലാവരും കൂടെ അസംബിൾ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ട്രിപ്പിന്. വിവിധ മേഖലകളിൽ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണ് അവരെല്ലാം. സ്പീഡ് ബോട്ട് പോയതാണ് നിങ്ങൾ കാണുന്നത്. അല്പം സ്പീഡ് ഞാനും വീഡിയോയ്ക്ക് കൂട്ടിയത് കൊണ്ട് സ്പീഡ് ബോട്ടിന് വല്ലാത്തൊരു സ്പീഡായി പോയിട്ടോ. ഒരു മരം, ഒരു തെങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, പക്ഷെ ഇപ്പം കാണാൻ ഭയങ്കര ഒരു ഭംഗി തോന്നുന്നു. ഹൗസ് ബോട്ടുകളെല്ലാം നമ്മുടെ ബോട്ട് പോകുന്ന പോലെ തന്നെ ഭംഗിയായിട്ട് യാത്ര ചെയ്തിട്ട് ഓരോരുത്തർ പോയിട്ട് റെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഒരു ചേട്ടൻ തോണിയെ പോകുന്നുണ്ട്. തോണി തുഴയുന്നതല്ല, മോട്ടർ വെച്ചിരിക്കുന്നതാണ്. ചിലതെല്ലാം അതുവരെ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. തിരിച്ചും എത്തണമല്ലോ, തിരിച്ചും വരുന്നതാണ് കാണുന്നത്. ചിലതെല്ലാം അവിടെ ഇവിടെയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുന്നുണ്ട്. സായി നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നും പറഞ്ഞുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ പൊങ്ങ് പോലെ വാട്ടർ ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനുകളാണ് ഒരുമിച്ച് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ടിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ ഞങ്ങളും യാത്രയൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞു. ഈ വെള്ളത്തിനകത്തൂടെയുള്ള കാര്യം കഴിഞ്ഞു. ഈ ബോട്ടൊക്കെ പോകുന്നതിന് ഞങ്ങളും തിരിച്ചു പോവുകയായി. പിന്നെ ഞങ്ങൾ പോയിട്ട് ഏകദേശം കഴിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി. ബസ്സിനകത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ വീണ്ടും അതിനകത്ത് ഞങ്ങൾ പാലക്കാട് ഇതിഹാസ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് പോയത്. ആ ബസ്സിനകത്ത് കയറിയപ്പോൾ പിന്നെ രാത്രി ഒരു 7 മണിക്ക് ആയി. നേരം റോഡിലൊക്കെ നല്ല ലൈറ്റും വാഹനങ്ങളുടെ പോക്കൊക്കെ നല്ല ഭംഗിയുണ്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത്. നല്ല ശബ്ദമായിരുന്നു റോഡിലൊക്കെ. ഞാൻ പിന്നെ ആ ശബ്ദം അങ്ങോട്ട് എടുത്തില്ല. കാരണം റോഡിലെ ശബ്ദമുണ്ട്, ബസ്സിനകത്ത് ഡാൻസും പാട്ടിൻ്റെ ശബ്ദമുണ്ട്, അതിൻ്റെ മ്യൂസിക്കിൻ്റെ ശബ്ദമില്ല, അങ്ങനെ വല്ലാത്തൊരു ശബ്ദമാണ്. മെയിനായിട്ട് കോപ്പിറൈറ്റ് രണ്ടായിട്ട് ആ ശബ്ദം ഒഴിവാക്കി. കാരണം പിന്നീട് ഞാൻ പറയുമ്പോൾ അത് കേൾക്കണമല്ലോ. പിന്നെ ഇതിനകത്ത് തന്നെ ഡാൻസും പാട്ടും ബഹളവും ഓരോരുത്തരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോരുത്തർക്ക് ഇത്രയൊക്കെ ടാലൻ്റ് ഉണ്ടോ. വീട്ടിൽ അടങ്ങിക്കൂടിയിരിക്കുന്ന വീട്ടമ്മമാരെയൊക്കെ ഒന്ന് കാണണമായിരുന്നു. അവരെല്ലാം കുറച്ച് കഴിഞ്ഞപ്പം ആദ്യമൊക്കെ മടിച്ചിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയി. അങ്ങനെ ഈ ദിവസത്തെ യാത്ര അങ്ങ് അവസാനിക്കുകയാണ്. വളരെ സന്തോഷമായിരുന്നു. രാവിലെ ഒരു 10:30 കഴിഞ്ഞപ്പോൾ 10:30, 10:45 ഏകദേശം ഒരു 11 മണിക്ക് മുമ്പായിട്ട് ഞങ്ങളെ ഹൗസ് ബോട്ടിൽ കയറിയതാണ്. അവിടെ ഉള്ളിൽ കണ്ടില്ല, ബസ്സിനകത്ത് ഭയങ്കര ലൈറ്റും ഫ്ലാഷും അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ആയിട്ടിരിക്കുന്നു. ഞാൻ എന്തായാലും അവരെ ശല്യപ്പെടുത്താതെ ഫ്രണ്ട് സീറ്റിലായിരുന്നത്. അവരവിടെ ഡാൻസ് കളിക്കുന്നു. ഞാൻ എന്തായാലും അവരുടെ ഇഷ്ടമില്ലാതെ എടുക്കണ്ട എന്നോർത്തുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഇന്നത്തെ യാത്ര തീർന്നു. വളരെ അധിക ചിലവൊന്നും ഇല്ലാതെ ഒറ്റ ദിവസം പോയി വരാവുന്ന യാത്രയാണ് ഈ ഹൗസ് ബോട്ടിൽ ആലപ്പുഴയിലെ യാത്ര. അപ്പോൾ കഴിയുന്നിടക്കൊന്ന് പോവുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ചെയ്തിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.